നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആ കടൽ കൊള്ളക്കാരനെ ഞങ്ങൾ ഭയക്കുന്നില്ല, ഹോർമുസിനെ ഉപേക്ഷിക്കില്ല. ഇറാന്റെ പുതിയ പ്രഖ്യാപനം. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഒരു ദിവസം മുൻപ് 2 ഇന്ത്യൻ എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാൻ വെടിയുതിർത്തിരുന്നു. ഇപ്പോഴിതാ ഇന്നലെ വീണ്ടും 3 എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാന്റെ വെടിവെപ്പ്. തുടർന്ന് അമേരിക്ക നടത്തിയ സാഹസിക നീക്കം. ഇതോടെ ഇറാൻ വീണ്ടും പരിങ്ങലിലായി. ഹോർമുസ് കടലിടുക്കിൽ US ഏർപ്പെടുത്തിയ ഉപരോധം മറികടക്കാൻ ശ്രമിച്ച ഇറാനിയൻ പതാകയേന്തിയ കപ്പൽ അമേരിക്കൻ സേന പിടിച്ചെടുത്തു. ഈ കപ്പലിന് നേരെ US സേന വെടിവെക്കുന്ന ദൃശ്യങ്ങൾ അമേരിക്കൻ സെൻകോം പുറത്തുവിട്ടു. ഇറാന്റെ കപ്പൽ പിടിച്ചെടുത്തു എന്ന് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ടൗസ്ക എന്ന ചരക്ക് കപ്പലാണ് പിടിച്ചെടുത്തത് എന്നും ട്രംപ് പറഞ്ഞു. US നാവികസേന തങ്ങളുടെ ചരക്ക് കപ്പൽ പിടിച്ചെടുത്തു എന്ന് ഇറാനും സമ്മതിച്ചു. ഇതിന് USന് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ നിലപാട്. ഏതാണ്ടൊരു വിമാനവാഹിനി കപ്പലിന് സമാനമായി 900 അടി നീളമുള്ള ടൗസ്ക എന്ന ഇറാൻ പതാക ഘടിപ്പിച്ച ചരക്ക് കപ്പൽ US ഉപരോധം മറികടക്കാൻ ശ്രമിച്ചു. US നാവികസേനയുടെ USS പ്രൂവാൻസ് ഒമാൻ കടലിടുക്കിൽ വെച്ച് കപ്പൽ തടയുകയും നിർത്താൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ ഇറാൻ ക്രൂ അത് കേൾക്കാൻ തയ്യാറായില്ല. തുടർന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് അമേരിക്കൻ നാവികസേന കപ്പലിലേക്ക്. നിലവിൽ US സൈനികരുടെ കസ്റ്റഡിയിലാണ് കപ്പൽ. നിയമവിരുദ്ധ പ്രവൃത്തികളിൽ നേരത്തെയും ഏർപ്പെട്ടിട്ടുള്ള കപ്പലാണ് ടൗസ്ക എന്ന് US വ്യക്തമാക്കുന്നു. കപ്പലിന്റെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ ഞങ്ങൾക്കാണ്. കപ്പലിൽ എന്താണ് നടക്കുന്നത് എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു. എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇസ്ലാമാബാദിൽ വെച്ച് നടക്കുന്ന 2ാം വട്ട സമാധാന ചർച്ചകളാണ്. ചർച്ചയ്ക്കായി അമേരിക്കൻ പ്രതിനിധി സംഘം പുറപ്പെടുമെന്ന് ട്രംപ് പറയുന്നു. എന്നാൽ ചർച്ചകളിൽ നിന്ന് തങ്ങൾ പിൻവാങ്ങുന്നുവെന്നാണ് ഇറാന്റെ നിലപാട്. വൈറ്റ് ഹൗസ് പ്രതിനിധികളായി ജാരദ് കുഷ്നറും സ്റ്റീവ് വിറ്റ്കോഫും ചർച്ചകൾക്കായി പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അടുത്തഘട്ട ചർച്ചകൾക്ക് വൈസ് പ്രസിഡന്റ് JD വാൻസ് നേതൃത്വം നൽകുമെന്ന് അമേരിക്ക പറയുന്നു. 2ാം ഘട്ട ചർച്ചകളെക്കുറിച്ച് മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ ഇതുവരെ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയനുമായി 45 മിനിറ്റ് ഫോൺ സംഭാഷണം നടത്തി. ഇസ്ലാമാബാദിലും പരിസരത്തുമൊക്കെ അതിശക്തമായ സുരക്ഷയാണ് പാകിസ്ഥാൻ സേന ഒരുക്കിയിരിക്കുന്നത്. 10,000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരിക്കുന്നു. റാവൽപിണ്ടിയിലുടനീളം 600-ലധികം ചെക്ക് പോസ്റ്റുകൾ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നു. നൂർഖാൻ എയർപോർട്ടിനും ഇസ്ലാമാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു ചുറ്റുമുള്ള സെൻസിറ്റീവ് പ്രദേശങ്ങളൊക്കെ അടച്ചുപൂട്ടി. റാവൽപിണ്ടിയിൽ ഡ്രോൺ പറക്കൽ, പ്രാവു പറക്കൽ, വ്യോമാക്രമണം എന്നിവയ്ക്ക് പൂർണ്ണ നിരോധനം. പാകിസ്ഥാന്റെ തയ്യാറെടുപ്പുകൾ വീക്ഷിക്കുമ്പോൾ ചൊവ്വാഴ്ച തന്നെ 2ാം വട്ട ചർച്ചകൾ നടക്കുമെന്ന് ലോകം കരുതുന്നു. യുദ്ധക്കളത്തിന്റെ തുടർച്ചയായി ഈ ചർച്ചകളെ അമേരിക്ക ഉപയോഗിക്കുമെന്നാണ് ഇറാൻ ഭയപ്പെടുന്നത്. 1ാം വട്ട ചർച്ചകൾ പരാജയപ്പെട്ടു. 2ാം വട്ട ചർച്ചകൾക്ക് എത്തുന്നത് ഇറാന്റെ ഉന്നത പ്രതിനിധി സംഘമാണ്. ഇനി അഥവാ ചർച്ചകൾ പരാജയപ്പെട്ടാൽ അവർ ജീവനോടെ ഇറാനിൽ തിരിച്ചെത്തുമോ എന്ന ഭയവും ഇറാൻ ഭരണകൂടത്തിനുണ്ട്. മറുവശത്ത് IRGC അതിശക്തമായ വിമർശനങ്ങളാണ് ഭരണകൂടത്തിന് നേർക്കുയർത്തുന്നത്. നിലവിലുള്ള ചർച്ചകളെ അമേരിക്ക യുദ്ധക്കളത്തിന്റെ തുടർച്ചയായി ഉപയോഗപ്പെടുത്തുന്നു. ഇനി യുദ്ധക്കളമല്ലാതെ മറ്റൊന്നും ഞങ്ങൾ കാണുന്നില്ല എന്നാണ് ഇറാൻ പറയുന്നത്. യുദ്ധക്കളത്തിന്റെ നേട്ടങ്ങൾ നിലനിർത്താൻ അമേരിക്ക ചർച്ചകളെ ഉപയോഗിക്കും. ചർച്ചാരംഗം ഞങ്ങൾക്കൊരവസരവും തുറന്നു നൽകുന്നില്ല എന്നതാണ് ഇറാന്റെ നിലപാട്. അമേരിക്കക്കാർ അവരുടെ ഭീഷണിപ്പെടുത്തലിനായി ഈ ചർച്ചകളെ ഉപയോഗിക്കുന്നു. ഇറാനുമായി അമേരിക്ക നടത്തുന്ന ചർച്ചകൾ ഏതു തലത്തിലാവുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. USുമായുള്ള ചർച്ചകളുടെ സമ്മർദ്ദത്തെയല്ല, ദേശീയ താൽപര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഞങ്ങളുടെ നീക്കങ്ങളെന്ന് ഇറാൻ പറയുന്നു. ശത്രുവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുന്നു. ഏതു നിമിഷവും യുദ്ധം വഷളാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്ക എന്ന് ഇറാൻ പറയുന്നു. ഇറാൻ സർക്കാരിനെ പിന്തുണച്ച് ആയിരക്കണക്കിന് ആളുകൾ ടെഹ്റാൻ തെരുവിലിറങ്ങി. പലരും അമേരിക്കയോട് പൂർണ്ണമായ അവിശ്വാസം പ്രകടിപ്പിക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇതുവരെ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളോ ഞങ്ങളുമായി ഒപ്പുവെച്ച കരാറുകളോ പാലിച്ചിട്ടില്ല. എന്നാൽ ഇറാൻ ഭരണകൂടത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത് എന്ന് അമേരിക്ക പറയുന്നു. ഒരു വശത്ത് ഇറാൻ കപ്പൽ പിടിച്ചെടുത്തുകൊണ്ട് അമേരിക്ക തങ്ങളുടെ സമ്മർദ്ദം ശക്തമാക്കുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ അമേരിക്കൻ പട്രോളിംഗ് ശക്തമാണ്. 12 യുദ്ധക്കപ്പലുകളാണ് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത്. 10,000-ലധികം മറീനുകൾ മേഖലയിൽ പട്രോളിംഗ് നടത്തുന്നു.
ആകാശ നിരീക്ഷണം അതിശക്തം. ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന നിർണായകമായ രണ്ടാം വട്ട ചർച്ചകൾക്ക് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ നേതൃത്വം നൽകുമെന്ന് ഇതിനിടയിൽ ട്രംപ് പറഞ്ഞു. നേരത്തെ സുരക്ഷാ കാരണങ്ങളാൽ വാൻസ് പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യില്ല എന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ അവസാന നിമിഷം തീരുമാനം മാറ്റി. ബുധനാഴ്ച നിലവിലെ വെടിനിർത്തൽ കരാറിന്റെ കാലാവധി അവസാനിക്കുകയാണ്. ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് വാൻസ് നേരിട്ട് ഇസ്ലാമാബാദിലെത്തുന്നത്. ബുധനാഴ്ച ചർച്ചകൾ വിജയിക്കാത്ത ഘട്ടത്തിലെത്തിയാൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന നിലപാട് വീണ്ടും ആവർത്തിക്കുകയാണ് ട്രംപ്. ചർച്ചകളുടെ അന്തരീക്ഷം കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തുന്ന പ്രതികരണമാണ് തുടർച്ചയായി ട്രംപ് നടത്തുന്നത്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവയ്ക്കുന്ന കുറിപ്പുകളിൽ യുദ്ധം ആസന്നമാണ് എന്ന് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നു. മറുവശത്ത് അതിശക്തമായ ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇസ്രയേൽ നടത്തുന്നത്. US സൈന്യത്തിന്റെ നീക്കങ്ങൾ പ്രൊഫഷണലാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു. നാവിക ഉപരോധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ഇറാനിയൻ തുറമുഖങ്ങൾ ലക്ഷ്യമാക്കി വന്ന 25 കപ്പലുകളെ അവർ തടഞ്ഞു. ഇറാനിയൻ വാണിജ്യ കപ്പലിന് നേർക്ക് വെടിയുതിർത്ത് കപ്പൽ പിടിച്ചെടുത്തതിന് തൊട്ടുപിന്നാലെ ഇറാൻ വലിയ തോതിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് അമേരിക്കൻ യുദ്ധക്കപ്പലിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. എന്നാൽ യുദ്ധക്കപ്പലിന് നേർക്ക് കൂട്ടമായി പാഞ്ഞു വന്ന ഡ്രോണുകൾ ഈയാംപാറ്റകൾ പോലെ കടലിൽ കരിഞ്ഞു വീഴുന്ന കാഴ്ച. കടലിൽ ഒരു തീപാറുന്ന പോരാട്ടം. തുടർന്ന് ഇറാനെ സമ്പൂർണ്ണം തകർക്കുന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന ഭയം ലോകത്തിന്. ലോക്ക്ഡൌണിന് സമാനമായ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നടത്തി ഇസ്ലാമാബാദ് കാത്തിരിക്കുമ്പോൾ ഇറാൻ പ്രതിനിധികൾ അവിടെ എത്തുമോ? ഒരുപക്ഷെ അമേരിക്ക രണ്ടാം വട്ട ചർച്ചയ്ക്കും തയ്യാറായി എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയാവും ഇത്തരം നീക്കങ്ങളിലൂടെ. ചർച്ച പൊളിഞ്ഞാൽ അതിശക്തി യുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുത്തു കഴിഞ്ഞു. വീരരും ധീരരുമായ യുദ്ധ പോരാളികളാണ് ഇസ്രായേൽ എന്ന് ട്രംപ് ഇന്നലെ ഇസ്രായേലിനെയും ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഒക്കെ പുകഴ്ത്തുന്നത് ലോകം കേട്ടിരുന്നു. മേഖലയിൽ ഒരു പൂർണ്ണതോതിലുള്ള യുദ്ധത്തിനുള്ള സാധ്യതയാണ് ഏറെ. ഏപ്രിൽ 8 പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടതോടെ ഒമാൻ കടലിലും അറബിക്കടലിലും യുദ്ധസമാന സാഹചര്യങ്ങൾ. ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. തന്റെ രാജ്യവും US-ഉം ക്രൂരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലാണ്. ലോകത്തെ ഭീകരതയിലാഴ്ത്തുന്ന നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന US-നെ തകർക്കാൻ ശ്രമിക്കുന്ന പാശ്ചാത്യ നാഗരികതയെ തകർക്കാൻ ശ്രമിക്കുന്ന ഇറാൻ എന്ന വലിയ ഏകാധിപത്യത്തിനെതിരെ US-ഉമായി ചേർന്ന് നമ്മൾ പോരാടുകയാണ്. നമ്മൾ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു. ഇത് അവസാനിക്കുന്നില്ല. ഏത് നിമിഷവും നമുക്ക് പുതിയ മുന്നേറ്റങ്ങളുണ്ടാകും, നെതന്യാഹു ഇന്നലെ ഇസ്രയേലികളോട് പറഞ്ഞു. പാകിസ്ഥാനിൽ വെച്ച് നടക്കുന്ന രണ്ടാം വട്ട ചർച്ചയ്ക്ക് തങ്ങളുടെ പ്രതിനിധികൾ എത്തില്ല എന്ന് ഇറാൻ ഭീഷണി മുഴക്കുമ്പോഴും മറുവശത്ത് പാകിസ്ഥാൻ ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്: ശാശ്വതമായ വെടിനിർത്തൽ ഇറാൻ ഭരണകൂടം ആഗ്രഹിക്കുന്നു. എന്നാൽ ദേശീയത ഉയർത്തിപ്പിടിച്ച് IRGC അടക്കമുള്ളവരുടെ എതിർപ്പ് മറികടക്കേണ്ടതുണ്ട് ഭരണകൂടത്തിന്. അതുകൊണ്ടാണ് അമേരിക്കൻ സമ്മർദ്ദങ്ങളെ തങ്ങൾ ഫലപ്രദമായി ചെറുക്കുന്നു എന്ന് ജനങ്ങൾക്കിടയിൽ വരുത്തി തീർക്കാനുള്ള വ്യഗ്രത ഇറാൻ ഭരണകൂടത്തിന്. മറുവശത്ത് ചൊവ്വാഴ്ച ഇസ്ലാമാബാദിലേക്ക് ഇറാന്റെ ഉന്നത പ്രതിനിധി സംഘം എത്തുമെന്ന ഉറച്ച വിശ്വാസം US-നും പാകിസ്ഥാനും. അമേരിക്ക അമിത ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക തുടരുന്ന ഉപരോധം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തത്. ഇതാണ് ഇറാന്റെ പൊതുപ്രതികരണം. വർദ്ധിച്ചു വരുന്ന സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുലയ്ക്കുന്നു. ഊർജ്ജ പ്രതിസന്ധി കൂടുതൽ ശക്തമാകുന്നു. ഇതുവരെയുള്ള യുദ്ധത്തിൽ ഇറാനിൽ കുറഞ്ഞത് 3000 പേരും, ലെബനനിൽ ഏകദേശം 2300 പേരും, ഇസ്രയേലിൽ 23 സാധാരണക്കാരും 15 സൈനികരും, ഗൾഫ് അറബ് രാജ്യങ്ങളിൽ 1 ഡസനിലധികം ആളുകളും കൊല്ലപ്പെട്ടു. യുദ്ധത്തിൽ ഇതുവരെ 13 US സൈനികർക്കാണ് ജീവൻ നഷ്ടമായത്. ഇസ്ലാമാബാദിൽ നാളെ ചർച്ചകൾക്ക് ഇറാൻ പ്രതിനിധി സംഘം എത്തുമോ ഇല്ലയോ എന്ന സംശയങ്ങൾക്കിടയിൽ അമേരിക്കൻ ദൗത്യസംഘം ഇന്ന് യാത്ര തിരിക്കും. ഇതിനിടയിൽ ഇറാനിലെ പല പാലങ്ങളും വൈദ്യുത നിലയങ്ങളും ആക്രമിക്കാനായി ഇസ്രയേൽ പദ്ധതിയിടുന്നു എന്ന വിവരം പുറത്ത്. ഞങ്ങൾ വളരെ ന്യായവും യുക്തവുമായ ഒരു കരാർ വാഗ്ദാനം ചെയ്യുന്നു. ഇറാൻ അത് അവർ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അവർ അങ്ങനെ ചെയ്തില്ല എങ്കിൽ അമേരിക്ക ഇറാനിലെ എല്ലാ പവർ പ്ലാന്റുകളും പാലങ്ങളും തകർക്കും എന്നതാണ് ട്രംപിന്റെ അവസാന മുന്നറിയിപ്പ്. ഇനി വേണ്ട മിസ്റ്റർ നൈസ് ഗൈ, ഇതാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. കരാറിന്റെ ആശയമൊക്കെ തയ്യാറാക്കി അത് പൂർത്തിയാക്കാൻ നമുക്ക് വളരെ നല്ല അവസരമുണ്ടെന്ന് ഞാൻ കരുതുന്നു. ആക്രമണത്തിലൂടെ സമ്മർദ്ദതന്ത്രമൊരുക്കി മറുവശത്ത് കരാറിൽ ഇറാനെ ഒപ്പുവെച്ച് വെടിനിർത്തൽ ഏർപ്പെടുത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യം. ഇത് വിജയിക്കുമോ എന്നതാണ് ലോകത്തിന്റെ ഏക ശങ്ക. ട്രംപിന്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കുക അസാധ്യമെന്നാണ് ഒരു മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥൻ പറയുന്നത്.
ട്രംപിന്റെ പ്രസ്താവനകൾ ചാറ്റ് GPT-യിൽ ഉൾപ്പെടുത്തിയാൽ ഒരുപക്ഷെ അത് പൊട്ടിത്തെറിക്കും. അമേരിക്കൻ ഇറാൻ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ആക്രമണം നടത്താനായി ഇറാനിയൻ ലക്ഷ്യങ്ങളുടെ ഒരു പരമ്പര ഇസ്രായേൽ തയ്യാറാക്കി വച്ചിരിക്കുന്നു. ഒരു കരാറിലെത്തിയില്ല എങ്കിൽ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാൻ തങ്ങൾക്ക് 24 മണിക്കൂർ മതി എന്നതാണ് ഇസ്രായേലിന്റെ നിലപാട്. ഏത് നിമിഷവും നമുക്ക് പുതിയ സംഭവ വികാസങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്ന ആത്മവിശ്വാസം നെതന്യാഹു പ്രകടിപ്പിക്കുന്നു. ഏറെ നാടകീയമായ ഓരോ നീക്കവും മറുവശത്ത് സമ്മർദ്ദങ്ങളും തന്ത്രങ്ങളും. ഇസ്ലാമാബാദിൽ വെച്ചൊരു കരാറിൽ ഇറാനും അമേരിക്കയും ഒപ്പുവെക്കുമോ? അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ അതിരൂക്ഷമായ യുദ്ധത്തിലേക്ക് വീണ്ടും ലോകം മടങ്ങും? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.